ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 MCQs, 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വരുന്ന ബോർഡ് എക്സാമിനേഷന് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ MCQസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, CBSE ബോർഡ് എക്സാമിനേഷന് കണ്ടുവരുന്ന കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, 2 മാർക്കിന് മുന്നേ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് വരെ MCQs ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് അത്രയും വെയിറ്റേജ്, അത്രയും നമ്മൾ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് വരെ MCQs ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് നേരെ 10 ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? നോക്കുക. ഇൻ ദ ഗിവൺ ഫിഗർ DE പാരലൽ ടു BC, DE BCക്ക് പാരലാണ്. ഓക്കെ, AD 2, പിന്നെ DBയും AEയും 3 ആണ്. ഇതും 3, ഇതും 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ EC X ആണ്. അങ്ങനെയാണെങ്കിൽ Xൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? BPT അപ്ലൈ ചെയ്യാം. BPT അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2/3 ഈക്വൽ ടു 3/X എന്ന് വരും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × X 2X ഈക്വൽ ടു 3 × 3 9. അപ്പോൾ X എത്ര വരും? ഇൻറ്റു 2 അപ്പുറത്തോട്ട് പോയാൽ /2 9/2. X ഈക്വൽ ടു 9/2. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. കഴിഞ്ഞു, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ ABC PQ പാരലൽ BC, PB 6 ആണ് മക്കളെ. PB എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ്, അത് 6 ആണ്. AP 4 ആണ്, ഈ ഒരു പീസ് 4 ആണ്. AQ 8 ആണ്, ഈ ഒരു പീസ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ACൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ACൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് X ആയിട്ട് എടുത്തു. AC എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലാണ്. എന്താ? 8ഉം Xഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുള്ളൂ? AC കിട്ടുള്ളൂ. അപ്പോൾ MCQs ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയാൽ പോരെ. അപ്പോൾ നിങ്ങളൊരു സിമ്പിൾ ട്രിക്ക് ആലോചിച്ച് വെച്ചോ. നമുക്ക് കിട്ടേണ്ടത് എന്താ? AC മൊത്തത്തിൽ കിട്ടണ്ടേ? നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു പീസ് തന്നിക്കില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പീസ് ബൈ AC എന്ന് എഴുതുക. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ X ഒന്നും എടുക്കണ്ട. നിങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ X ഒക്കെ എടുത്ത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ അറിയോ? ഈ ഒരു പീസ് 8 ഡിവൈഡഡ് ബൈ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? അത് മൊത്തത്തിൽ അല്ലേ? മൊത്തത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8/AC എന്ന് എടുക്കാം. അപ്പുറത്തോ അതുപോലെ തന്നെ ഈ 8ന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് വരുന്നത് ഏതാ? ഈ ഒരു പീസ് അല്ലേ? അത് എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ, പിന്നെ അടിയിൽ എന്താണുള്ളത്? AC എന്ന് പറയുന്നത് മൊത്തത്തിലാണ്. അപ്പോൾ അപ്പുറത്തുള്ളത് മൊത്തത്തിലെടുക്ക്. മൊത്തത്തിൽ പറഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ എന്താ? 6ഉം 4ഉം കൂടെ ആഡ് ചെയ്തത് അല്ലേ? 6 4 10. ഓക്കെ, ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 8 × 10 ഈക്വൽ ടു 4 × AC, അഥവാ 4AC. അപ്പോൾ AC എന്ത് വരും? ഇൻറ്റു 4 ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ AC എന്ത് വരും? AC ഈക്വൽ ടു, അപ്പുറത്ത് ഓൾറെഡി ആരുണ്ട്? 8 × 10 ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇൻറ്റു 4 പോയാൽ /4 ആയിട്ട് മാറി. അപ്പോൾ എന്താവും? 8/4 2 എന്ന് കിട്ടി. 2 × 10 അഥവാ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓപ്ഷൻ ബി 20 സെൻറ്റിമീറ്റർ. ഏത്? AC നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ. ഇനി AC അല്ല, ACക്ക് പകരം നമ്മളോട് ഇപ്പം ACൻ്റെ കൂടെ തന്നെ നമുക്ക് QC ചോദിച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാം? 20ൽ നിന്ന് ഈ ഒരു 8 സബ്ട്രാക്ട് ചെയ്താൽ മതി. എത്ര കിട്ടും? QC 12 കിട്ടിയാൽ. ഇനി നിങ്ങൾ നോക്ക്, കറക്റ്റ് റേഷ്യോ അല്ലേ വരികയെന്ന്? 4/6 അഥവാ 2/3. അതേപോലെ 8/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 8ൽ 4 2 തവണ, 12 4 3 തവണ, 2/3. 2/3 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, സോ AC നമ്മൾ കണ്ടുപിടിച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ ഗിവൺ ഫിഗർ ട്രയാങ്കിൾ ABC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ QPR. ഇഫ് AC 6 സെൻറ്റിമീറ്റർ ആണ്, AC 6 സെൻറ്റിമീറ്റർ ആണ്, ആൻഡ് BC 5. ഓക്കെ, QR 3 ആണ്. ഓക്കെ, PR X ആണ്. ദെൻ വാല്യൂ ഓഫ് X ഈസ്, മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാ? AC തന്നിക്ക്. AC എന്ന് പറഞ്ഞാൽ ആദ്യത്തതും മൂന്നാമത്തതാണ്. അപ്പോൾ AC ഡിവൈഡഡ് ബൈ ആദ്യത്തും മൂന്നാമത്തുമാണ് AC. അപ്പോൾ അപ്പുറത്തും ആദ്യത്തും മൂന്നാമത്തും എടുക്ക്. AC/QR ഈക്വൽ. പിന്നെ എന്താ നമുക്ക് തന്നത്? BC തന്നിക്ക്. BC എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 BC. അപ്പോൾ BC ബൈ അപ്പുറത്തും അവസാനത്തെ 2 എടുക്ക്. ഏതാ? PR. BC/PR. ഓക്കെ, പിന്നെ ഇതാ QR. ഓക്കെ, ഇനി നോക്കുക. AC/PR. AC എത്രയാണ് മക്കളെ? AC 6/QR എത്രയാണ്? QR അടിയിൽ QR അല്ലേ? അത് 3 ആണ്. 3 ഈക്വൽ ടു BC എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ? PR എത്രയാണ്? X എന്ന് കിട്ടി. ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? 6 × X 6X ഈക്വൽ ടു 5 × 3. ഓക്കെ, അപ്പോൾ ഇൻറ്റു 6 അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ X മാത്രമാവും. X മാത്രം എന്ത് കിട്ടും? അപ്പുറത്ത് ഓൾറെഡി 5 × 3 ഉണ്ട്. ഇൻറ്റു 6 അപ്പുറത്ത് പോയാൽ /6. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. 3ഉം 6ഉം കട്ടായി. 3ൽ 3 ഒരു തവണ, 6ൽ 3 2 തവണ. 5/2 എന്ന് കിട്ടി. 5/2 അഥവാ 2.5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 2.5 സെൻറ്റിമീറ്റർ. കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ DE പാരലൽ BC. ഓക്കെ, ഈ ലൈനും പാരലാണ്. ഓക്കെ, AD എത്രയാ? ഇത് 3 ആണ്. AB ഇത് മൊത്തത്തിൽ 7 ആണ്. ആൻഡ് EC
3 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ലെങ്ത്, ഈ ഒരു പീസിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിമ്പിളാണ് മക്കളെ. നമുക്ക് ഈ ഒരു പീസിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഇവിടുന്ന് മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പോൾ ഈ പീസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ എ തന്നെ വിചാരിക്കുക, എ തന്നെ എടുത്തു. ഓക്കെ, എ ബൈ ഈ ഒരു പീസിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ താഴോട്ടേക്കുള്ള ലെങ്ത് 3 ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്ക്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് വരുന്നത് ഏതാ, ഈ ഒരു പീസാണ് എ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് വരുന്നത് 3 ആണ് അല്ലേ, ഇവിടം വരെ മാത്രം. അപ്പോൾ 3 ഡിവൈഡ് ബൈ, ഓക്കെ, അടിയിലെന്താണത് 3 അല്ലേ, 3 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് മുതൽ ഇവിടം വരെ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാ, ടോട്ടൽ 7 അതിന് മേലത്തെ ഞങ്ങൾ കുറച്ചാൽ പോരെ, 7 - 3 4 വരും. ഓക്കെ, അപ്പം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × AE അല്ലേ, 4 × AE ഈക്വൽ ടു 4AE ഈക്വൽ ടു 3 × 3 അഥവാ 9. അപ്പോൾ AE എത്ര വരും, ഇൻറ്റു 4 അങ്ങോട്ട് ഉണ്ടായാൽ ഡിവൈഡ് ബൈ 4, 9/4 ആയി. 9/4 എത്രയാണ്, 9/4 2.25 2.25 ആണ് 9/4. 2 4 8 2 4 1, സോറി 4 2 8 4 4 4 ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ, കാൽഭാഗം 4 യെസ് 1, അപ്പോൾ 8 1 9 റെഡിയാണ്. അപ്പോൾ 2.25 ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഫിഗർ DE പാരലൽ BC, അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇത് പാരലാണ്, അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ് ചോദിക്കുന്നത്. ഇത് പാരൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, BPT അപ്ലൈ ചെയ്യാം. ഇതേ ബൈ ഇത് ഈക്വൽ ടു ഇതേ ബൈ ഇത്, x+4 ഡിവൈഡഡ് ബൈ x+4 ഡിവൈഡ് ബൈ x+4 ഡിവൈഡ് ബൈ x+3 ഇസ് ഈക്വൽ ടു ഇതേ ബൈ 2x - 1 ഡിവൈഡഡ് ബൈ x+1. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ, ഇതേ ഇൻറ്റു ഇത്, x+4 ഇൻറ്റു x+1 ഇസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത് 2x - 1 ഇൻറ്റു x+3. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വരും x × x x², x × 1 x പ്ലസ് x, 4 × x 4x, 4 × 1 പ്ലസ് 4 ഈക്വൽ ടു അപ്പുറത്ത് ഓപ്പൺ ചെയ്യാം. 2x × x 2x², 2x × 3 പ്ലസ് 6x, -1 × x -x, -1 × 3 -3. ഓക്കെ, ഇനി ആഡ് ചെയ്തോ. ഇവിടെ ഒരു x² ഉണ്ട്, പ്ലസ് x പ്ലസ് 4x 5x പ്ലസ് 4 ഈക്വൽ ടു അപ്പുറത്തോ ഇവിടെ 2x² ഉണ്ട്, പിന്നെ 6x - x 5x, പിന്നെ ലാസ്റ്റ് എന്താണുള്ള ഒരു -3, ഒരു -3. ഓക്കെ, ഇനി നമ്മൾ x² അടുത്തേക്ക് ഈ 2x² കൊണ്ടുപോയി. അപ്പോൾ എന്തായിട്ട് മാറി, x² അടുത്തേക്ക് 2x² പോകുമ്പോൾ അവിടെ x² മാത്രം, 2x² - x² വെറും x² മാത്രം അവിടെ. ഇനി 5x രണ്ട് സൈഡിലും 5x ഉണ്ട്, പ്ലസ് 5x ഉണ്ട്, കട്ടായിപ്പോയി. പിന്നെ നമ്മൾ ഇവിടെയുള്ള -3 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, -3 ഇപ്പുറം വന്നതായി +3 ആയി, ഇപ്പുറത്ത് ഓൾറെഡി 4 ഉണ്ട്, 4 + 3 7. അപ്പോൾ x² = 7 ആണ്. അപ്പോൾ x എത്രയാണ് വരിക, x = √7. √7 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് √7 ആൻസർ വരിക. പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും, പക്ഷേ -√7 ആൻസർ വന്നു കഴിഞ്ഞാൽ -√7 എന്ന് വരുമ്പം ഇത് നെഗറ്റീവ് ആയി പോകും, സൈഡ് നെഗറ്റീവ് ആയി പോകും. -√7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 2 2 4 3 3 9, അപ്പോൾ 2 പോയിന്റ് സംതിങ് ആണ് √7 എന്ന് പറയാം. 2 2 4 ആണ്, 3 3 9 ആയി പോകും. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ് ഇത് √7 വാല്യൂ. അപ്പോൾ 2 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ -2 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ 4 - 2 പോയിന്റ് സംതിങ് അത് കുഴപ്പമില്ല. പക്ഷേ 2 × -2x - 1 ഇല്ലേ, ഈ സൈഡൊക്കെ നെഗറ്റീവ് ആയി പോകും. 2 × -2 പോയിന്റ് സംതിങ് -4 -1 എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയി പോകും. ഒരു സൈഡ് നെഗറ്റീവ് ആകാൻ പാടുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈനസ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. +√7 ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മൈനസ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല, +√7 മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ -√7 ഓപ്ഷൻ ഇല്ല, പിന്നെ അതിന് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AD/DB 3/2 ആണ്. AD/DB ഇത് 3/2, അപ്പോൾ ഇത് 3 ഇത് 2, അങ്ങനെയല്ല ഏകദേശം റേഷ്യോ അങ്ങനെ എടുക്കരുത് കേട്ടോ. 3/2 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്, ഇത് 2 ആണ്, നല്ല മീനിങ് 3/2 ആണ് റേഷ്യോ എന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ECൻ്റെ ലെങ്ത് ചോദിച്ചത്. കാരണം AD/DB എന്തിന് ഈക്വലാ, AD/DB എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അത് എന്തിന് ഈക്വലാ, 2.7 ഡിവൈഡഡ് ബൈ ECക്ക് ഈക്വലാ. അപ്പോൾ EC എന്താ വരിക, EC എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇതേ ഇൻറ്റു ഇത് 2 × 2.7 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെ വരും. ഓക്കെ, 2.7 ഡിവൈഡ് ബൈ 3 എത്രയാണ്, 27 ഡിവൈഡ് ബൈ 3 9 ആണ്. അപ്പോൾ 2.7 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 0.9, 2 × 0.9 എത്രയാണ്, 2 9 18, 1.8. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ട്രയാങ്കിൾസ് ABCയും DEFഉം സിമിലർ ആണ്. ഓക്കെ, ABC പിന്നെ DEF രണ്ടും സിമിലർ ആണ്. ഓക്കെ, ആൻഡ് AB 4 ആണ്, ഇത് 4 ആണ്. DE എത്രയാ 6, EF എത്രയാ 9, FD എത്രയാ, FD 12. ദെൻ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ഈസ്, ABCയുടെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചത്.
സിമ്പിളാണ് പറഞ്ഞുതരാം. എ ബി സിയും ഡി ഇ എഫ് ആണ് സിമിലർ. ഓക്കെ, അതിൽ എ ബി എന്നുള്ളത് ആദ്യത്തെ 2 ലെറ്റർ അല്ലേ? അവിടെ ആദ്യത്തെ 2 ലെറ്റർ ഏതാ? മറ്റേതിൽ ഡി ഇ. അപ്പോൾ എ ബിയും ഡി ഇയും ആണെന്ത് കറക്റ്റ് റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പോൾ എ ബി ബൈ നമുക്ക് അടുത്ത കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതാം. എ ബി ബൈ ഡി ഇ ഈക്വൽ ടു എത്രയാ? അടുത്ത 2 ലെറ്റർ, അവസാനത്തെ 2 ലെറ്റർ നോക്ക്, ബി സി ബൈ അപ്പുറത്തെ അവസാനത്തെ 2 ലെറ്റർ ഏതാ? ഇ എഫ് ഈക്വൽ ടു, ഇനി ആദ്യത്തെ അവസാനത്തെ ലെറ്റർ നോക്ക്, എ സി ബൈ അപ്പുറത്തും ആദ്യത്തെ അവസാനത്തെ ലെറ്റർ നോക്ക്, ഡി എഫ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എ ബി എത്രയാ? ഒരു മിനിറ്റ് ആണ്. എ ബി എത്രയാ? എ ബി 4 ആണ്. 4 ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ ഉള്ളത്? ഡി ഇ എത്രയാ? 6. 4 ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു ബി സി എനിക്കറിയില്ല, സോ ഞാൻ ബി സി തന്നെ കൊടുത്തു. ഡിവൈഡ് ബൈ എന്താ? ഇ എഫ് എത്രയാ? ഇ എഫ് 9 ആണ്. ഇതിൽ നമുക്ക് ബി സി കണ്ടുപിടിക്കാം, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പോൾ ബി സി എത്ര കിട്ടും? ബി സി നമുക്ക് എത്ര കിട്ടും മക്കളെ? ബി സി എത്ര കിട്ടൂടാ? 4 × 9 ഡിവൈഡഡ് ബൈ അടിയുള്ള 6. അപ്പോൾ എത്ര കിട്ടും? 9 4 36. 36 ബൈ 6 കിട്ടി ബി സി. ഇത് 6 കിട്ടി. അതേപോലെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയാ? നമുക്കറിയാം എ ബി ബൈ ഡി ഇ എത്രയാ? 4/6 അല്ലേ? എ ബി ബൈ ഡി ഇ എന്ന് പറഞ്ഞാൽ എത്രയാ? എ ബി ബൈ ഡി ഇ 4/6. അതെന്തിന് ഈക്വലാ? എ സി ബൈ ഡി എഫിന് ഈക്വലാ. എ സി എനിക്കറിയില്ല, എ സി ബൈ ഡി എഫ് എനിക്കറിയാം. ഡി എഫ് എത്രയാ? ഡി എഫ് 12 ആണ്. അപ്പോൾ എ സി എത്ര വരും? 4 × 12 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. 12 ഡിവൈഡ് ബൈ 6 2 ആണ്. 4 × 8, അപ്പോൾ ഇത് 8 ആണ് കിട്ടി. സോ ടോട്ടൽ പെരിമീറ്റർ എത്രയാ? 8ഉം 6ഉം 4ഉം 10, 10 8 18 ഓപ്ഷൻ ഉണ്ടോ നോക്ക്. യെസ്, ഓപ്ഷൻ ഡി 18 സെൻറ്റിമീറ്റർ. കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If in two triangles ABC and PQR, AB by QR equal to BC by PR equal to CA by PQ, then okay, സിമ്പിൾ ആണ്. നോക്കുക, എ ബി സിയും പി ക്യു ആറും ചുമ്മാ ട്രയാങ്കിൾ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. പി ക്യു ആറും അതിൽ എന്താണെന്ന് പറയുന്നത്? എ ബി ബൈ ക്യു ആർ ഈ സൈഡും ക്യു ആർ ഈ സൈഡുമാണ്. പിന്നെയോ ബി സി ബൈ പി ആർ ഈ സൈഡും പി ആർ ഈ സൈഡുമാണ്. പിന്നെ സി എ ബൈ പി ക്യു, സി എന്ന് പറയുമ്പോൾ ഇത്, പി ക്യു എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ സിമിലർ ആയിട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. പേരെങ്ങനെയാണ് വരുന്നത് ചോദിക്കുന്നത്. നോക്കുക, പി ക്യു ആർ ആണെങ്കിൽ മക്കളെ പി ക്യു ആർ ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ പി ക്യു ആർ എന്ന് പറയുമ്പോൾ പി ക്യു ആർ 3 സൈഡ് പിന്നെ ഒരു സൈഡ്. നോക്കുക, എവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്? പിയിൽ നിന്ന് ക്യൂയിലേക്ക് പിന്നെ ആറിലേക്ക്, അതായത് 3 സൈഡിൽ നിന്ന് പിന്നെ ഒരു സൈഡിൽ അല്ലേ? 3 വരയിൽ നിന്ന് ഒരു വരയിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 വരയിൽ നിന്ന് ഒരു വരയിലേക്ക് വരണം. എയിൽ നിന്ന് സി അല്ല, ഇത് 3 വരയിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ 2 വരയിലേക്കാണ് പോകുന്നത് അല്ലേ? 3 വരയിൽ നിന്ന് ഒരു വരയിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ 3 വരയിൽ നിന്ന് ഒരു വരയിലേക്ക് പോകണം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ സി എ ബി വരണം. യെസ്, പി ക്യു ആറും സി എ ബിയും. ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഫോർ 2 ട്രയാങ്കിൾസ്? ഏതാണ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ അല്ലാത്തത്? എ ക്രൈറ്റീരിയൻ ആണ്, പിന്നെ എസ് ക്രൈറ്റീരിയൻ ആണ്, എസ് ക്രൈറ്റീരിയൻ ആണ്. എസ് എ കോൺഗ്രുവൻസ് ഉള്ള ക്രൈറ്റീരിയൻ അല്ല. അപ്പോൾ ഇതാണ് ആൻസർ എസ്. ക്ലിയർ ആണല്ലോ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 MCQs ആണ് മക്കളെ ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു 2 വീക്കിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ അസെഷൻ റീസൺ ക്വസ്റ്റ്യനും എല്ലാം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം തന്നെ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങളെ ഇൻസ്റ്റാളിൻ മെറ്റീരിയൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു ഇൻസ്റ്റാളിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. അതുപയോഗിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് തലേന്നൊക്കെ റിവൈസ് ചെയ്തോളുക. നമ്മുടെ 1 ഷോട്ട് ലൈവുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. എല്ലാ എക്സാമിനും മുഴുവൻ മാർക്ക് നേടുക തന്നെയായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. സോ മക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.